हिन्दुरक्षा ममादीक्षा. നമസ്തേ. സ്വാമി വിവേകാനന്ദന്റെ പരിവർത്തനാത്മകമായ വാക്കുകളിലൂടെ ഭാരതത്തിലെ സാധാരണ പുരുഷന്മാരെയും സ്ത്രീകളെയും സേവിക്കുന്നതിൽ ആജീവനാന്ത സമർപ്പണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മാനനീയ ലക്ഷ്മി ദീദിയുടെ നവതി ആഘോഷം കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. മാനനീയ ലക്ഷ്മി ദീദിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ദീദിയുടെ ജന്മദിനമായ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ ഡോക്ടർ വിജയൻ തന്ത്രികളുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, ചിരഞ്ജീവി ഹോമം പൂജകൾ നടന്നു. ശേഷം ദീദിയെ പൂർണ്ണകുംഭം നൽകി താളത്തോടെ നാമജപത്തോടെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. ഭാഗവത പാരായണവും പ്രഭാഷകനായ തൃപ്പൂണിത്തറ ശ്രീ രാമസ്വാമിയുടെ പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടന്നു. മഞ്ഞുനിര ലീലകളായിരുന്നു പ്രഭാഷണ വിഷയം. 4 പ്രകരണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തമോ ഗുണമാകുന്ന ഗജേന്ദ്ര മോക്ഷം, രജോ ഗുണമാകുന്ന പാലാഴി മഥനം, സത്വഗുണമാകുന്ന വാമനാവതാരം, നിർഗുണമാകുന്ന മത്സ്യാവതാരം എന്നിങ്ങനെ. പല ദുഷ്ശക്തികളും നമ്മളിൽ നിന്ന് ആത്മജ്ഞാനത്തെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കും. അപ്പോഴൊക്കെ അത് നമുക്ക് നേടിത്തരാൻ ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. ദേവന്മാര് അസുരന്മാര് തട്ടിക്കൊണ്ടുപോയിരുന്നത് ഭഗവാനെ തന്നെയാണ് ശരണം. പാലാഴി മഥനം കഥയിലൂടെ നമ്മളുടെ മനസ്സുകളെ തന്നെ ഒന്ന് കലക്കി മറിക്കാൻ പഠിച്ചതെന്ന് സ്വാമിജിക്ക് നമസ്കാരം. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ കാട്ടിക്കൂട്ടലുകളുടെ ഇടയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിനെ ഒന്ന് നിർത്തേണ്ടി വന്നു കുറച്ച്. പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹം ഇന്നലെ മുതൽക്കേ വന്നിട്ട് നമുക്കിങ്ങനെ മർദ്ദം കോരി ചൊരിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നേതായിട്ടുള്ള ഒരു സപ്താഹം നടത്തി നമുക്കതിൻ്റെ മുഴുവനും അനുഭവിക്കാനുള്ള ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. തുടർന്ന് മഹാമാഘം യജ്ഞയജമാനനും ഗുരുവായൂർ സായ സഞ്ജീവിനി മൗനയോഗി ഹരിനാരായണൻ സ്വാമി, വിവേകാനന്ദ കേന്ദ്ര ദക്ഷിണ പ്രാന്ത സംഘാടക രാധാദീദി പറവൂർ ജ്യോതിസ്, വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം ശശി മാസ്റ്റർ, MS മുരളീധരൻ, ജസ്റ്റിസ് രാമചന്ദ്രൻ, അമ്പാടി ബാലകൃഷ്ണൻ, വിജയകുമാരി തുടങ്ങിയ സമൂഹത്തിലെ അനേക മഹത് വ്യക്തികളും സംഘാടനകളും ദീദി ആദരിച്ചു. പിറന്നാൾ സദ്യയ്ക്ക് ശേഷം വൈകുന്നേരം ഇരിഞ്ഞാലക്കുട മാണിക്യശ്രീ ഭജൻസിന്റെ ഭജൻ സന്ധ്യയോടെ ലക്ഷ്മി ദീദിയുടെ നവതി ആഘോഷത്തിന് സമാപനം കുറിച്ചു. കാര്യകർത്താക്കളുടെ അചഞ്ചലമായ സമർപ്പണത്തിലൂടെയും സേവനത്തിലൂടെയും വിവേകാനന്ദ കേന്ദ്രം സമൂഹത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ എടുത്തുപറയേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാ കേന്ദ്ര കാര്യകർത്താക്കളുടെയും വഴികാട്ടിയും ഉപദേഷ്ടാവുമായ മാനനീയ ഡോക്ടർ M ലക്ഷ്മികുമാരി ദീദിക്ക് വിഷൻ സംസ്കാരയുടെ ഹൃദയംഗമായ നവതി ആശംസകൾ നേരുന്നു. हिन्दुरक्षा ममादीक्षा.